ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലേക്ക് നടന്നടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ നടന്നടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകറ്റിക്കളയാൻ, ക്രിസ്തുവിൽ നിന്നും നമ്മെ അകറ്റി പിശാചിലേക്ക് നമ്മളെ എത്തിക്കാൻ ചില പ്രലോഭനങ്ങൾ ഇടയാക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത്. ആ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്കിന്ന് ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങൾ, 4 പ്രലോഭനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. 5-മത്തെ പ്രലോഭനത്തിലേക്ക് നമുക്ക് വരാം. 5-മത്തെ പ്രലോഭനം ധൂർത്ത്. 5-മത്തെ പ്രലോഭനം ധൂർത്ത്. നിങ്ങൾക്കിപ്പം 2 ചിത്രങ്ങൾ ഈ സ്ലൈഡിൽ കാണാം. വലിയൊരു കോൺട്രാഡിക്ഷൻ കാണാം. 1-മത്തെ ചിത്രത്തിൽ ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി, അമിതമായി ഭക്ഷണം കഴിച്ച് തടിച്ച് വീർത്തിരിക്കുന്ന ഒരാൾ. തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത, ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാത്ത ഒരു വികൃത രൂപം. സത്യത്തിൽ ഈ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് നിറയും. ഇതാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ ലോകം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഒരു ബസ്സിൽ എത്തി. ബസ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ കയറി നിർത്തി യാത്രക്കാരിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു സീൻ. ഭിക്ഷ എടുക്കുന്ന ഒരു കുട്ടി, ഇവന് നടക്കാൻ പറ്റില്ല, ഹാൻഡിക്യാപ്പ്ഡാണ്. 4 കാലിൽ ഇഴഞ്ഞു വരുന്നത് പോലെയാണ് ഇവൻ വരുന്നത്. ഇവൻ വന്നു. അപ്പോൾ ഇവൻ ബസ്സിന് നേരെ വരുന്ന സമയത്ത് എന്തിനാണ് വരുന്നതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന കുട്ടി പുറത്തേക്ക് ഛർദ്ദിച്ചു. കണ്ണുകൊണ്ട് കണ്ടു. നേരിട്ട് ഇവനിങ്ങനെ സ്പീഡിൽ വന്ന് ആ ഛർദിൽ വാരി വായിലേക്ക് വയ്ക്കുന്നത് കണ്ട സമയത്ത് കണ്ണ് നിറഞ്ഞു. കാരണം ഞാൻ ജീവിക്കുന്നത് ധൂർത്തിൻ്റെ ലോകത്താണെന്ന് എന്നെ പഠിപ്പിച്ചത് അവനാണ്. സത്യത്തിൽ ഇത് തന്നെയല്ല ലോകത്ത് നടക്കുന്നത്. എന്താണ് ധൂർത്ത്? സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും അമിത ഉപയോഗം. നമ്മൾ പലതും അമിതമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം ഒരു പർച്ചേസ് കൾച്ചർ, ഒരു വാങ്ങൽ സംസ്കാരത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ വാങ്ങാനുള്ളതിൽ ഇരട്ടിയിലധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിയിരിക്കും. അങ്ങനെയാണ് നമ്മൾ, അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കേണ്ടത്, സഭ എന്നെ പഠിപ്പിക്കുന്നതാണ്, ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളൊക്കെ ദൈവം തന്നതാണ്. ആർക്കു വേണ്ടി? പ്രപഞ്ചത്തിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി. ഇതെൻ്റെ മാത്രമല്ല, എൻ്റെ മാത്രമാവരുത്. എൻ്റെ മാത്രമായി അത് മാറുമ്പോൾ, എൻ്റെ സമ്പത്ത് എൻ്റെ മാത്രമായി മാറുമ്പോൾ, എനിക്കുള്ള വിഭവങ്ങൾ എൻ്റെ മാത്രമായി മാറുമ്പോൾ അത് സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായി മാറും എന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിവാഹം, മാമോദീസ, ആദ്യ കുർബാന സ്വീകരണം, ഇതൊക്കെ ധൂർത്തിൻ്റെ വേദിയായി മാറ്റപ്പെടുന്നില്ലേ? മാറ്റപ്പെടുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം കാണുന്നത് ഇതൊന്നും അവിടെ നമ്മൾ കണ്ടിരുന്നില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, സത്യത്തിൽ ഇത് പഠിക്കുമ്പോൾ സോഷ്യലിസത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പറയും, ആദ്യമായി സോഷ്യലിസം ലോകത്ത് അവതരിപ്പിച്ചത് അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്, ആദിമ ക്രൈസ്തവ സമൂഹമാണ്. അവർ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് പൊതുവായി കണ്ടു. അപ്പസ്തോല പ്രവർത്തനം അങ്ങനെയാണ് പറയുന്നത്, പൊതുവായി കണ്ടു. അവർക്കുണ്ടായിരുന്നത് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. എല്ലാവർക്കുമായി വീതിച്ച ഒരു സംസ്കാരം സോഷ്യലിസം. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ നിന്നും നമ്മൾ വളരെ പിന്നോക്കം പോയി. ഇതൊരു തിരിച്ചുവരവിനുള്ള സമയമാണ്. നമ്മൾ അങ്ങനെ തിരിച്ചു വരാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഭൂമി, ജലം അല്ലെങ്കിൽ ഈ പ്രകൃതിയെ ഞാൻ ചൂഷണം ചെയ്യുമ്പോൾ അത് ധൂർത്തായി മാറും എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം
പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നത് ധൂർത്തിൻ്റെ ഭാഗമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ധൂർത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? ഇതാണ് സഭ എന്നെ പഠിപ്പിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ധൂർത്തിനെ സംബന്ധിച്ചുള്ള വചനഭാഗം കേൾക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം 20 വാക്യം. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും, ഭോഷൻ സമ്പത്ത് ധൂർത്തടിച്ച് കളയുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സമ്പത്ത് ധൂർത്തടിക്കുന്നവനെ വചനം ഭോഷൻ, വിഡ്ഢി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. സമ്പത്ത് വരവറിഞ്ഞ് ചെലവാക്കുന്ന, ആവശ്യത്തിന് ചെലവാക്കുന്നവനെ ജ്ഞാനി എന്നും വചനം വിശേഷിപ്പിക്കുന്നു. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് അനുഭവപരമായ അറിവ് കിട്ടിയ ആൾ ജ്ഞാനി. ഇതിൽ ഏത് സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത് എന്നും കൂടി നമുക്ക് ഈ സമയത്ത് ഒന്ന് പരിശോധിക്കാം. തുടർന്ന് 6ാമത്തെ ജീവിതത്തെ ബാധിക്കാവുന്ന പ്രലോഭനം അവതരിപ്പിച്ചിരിക്കുന്നത് ആഡംബര ഭ്രമം. ആഡംബര ഭ്രമം എൻ്റെ ഉള്ളിലും ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. എന്താണ് ആഡംബര ഭ്രമം? ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് അമിതമായി വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ ഒരു ക്രൈസുള്ളവർ, ചെരുപ്പ് അമിതമായി വാങ്ങിക്കൂട്ടുന്നതിൽ ക്രൈസ്, വണ്ടി ഓരോരോ സമയത്ത് പുതിയ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അറിയാതെ വാങ്ങിപ്പോകുന്നവർ, മൊബൈൽ ഫോണ് ഓരോ മാസങ്ങൾക്കുള്ളിൽ പുതിയ പുതിയ വേർഷൻസ് വരുന്ന സമയത്ത്, സ്പെസിഫിക്കേഷൻസ് മാറി വരുന്ന സമയത്ത് അത് വാങ്ങണമെന്ന് തോന്നി അത് വാങ്ങുന്ന ആൾ. വ്യത്യസ്ത തരത്തിൽ ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട്. ചിന്തിച്ചാൽ എന്നെയും നിങ്ങളെ ഇത് ബാധിക്കുന്ന ഒരു തിന്മ തന്നെയാണ് ഈ ആഡംബര ഭ്രമം. എന്തുകൊണ്ട് ആഡംബര ഭ്രമത്തിലേക്ക് ഞാൻ വരുന്നു? അതിനെന്നെ മിസ്ലീഡ് ചെയ്യുന്നത്, പലപ്പോഴും എന്നെ ഇങ്ങനെ നയിക്കുന്നത് പരസ്യങ്ങൾ തന്നെയാണ്. പരസ്യങ്ങൾ എന്നെ അങ്ങനെ എന്നെ പലതും പറഞ്ഞ് ധരിപ്പിച്ച് ആ ഒരു ലോകത്തേക്ക് എത്തിക്കുന്നു. രണ്ടാമത് ഞാൻ കാണുമ്പോൾ ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ട്രെൻഡിനനുസരിച്ച് ട്രെൻഡി ആവാൻ ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഞാൻ ഈ തിന്മയുടെ ഭാഗമായി മാറുന്നു. ചില സിനിമാ താരങ്ങളും കായിക താരങ്ങളെയും ഞാൻ അനുകരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുമ്പോൾ ഞാൻ ഈ തിന്മയുടെ ഭാഗമായി മാറുന്നു. സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും നമുക്ക് അനുകരിക്കേണ്ടത്, നല്ല കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാം. ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അനുകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഒരു വിവേചന ബുദ്ധിയോടെ ഈ അനുകരണ ഭ്രമം എൻ്റെ ഉള്ളിലുള്ളതാണ്, നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ ഇങ്ങനെ ആഡംബരത്തിൻ്റെ ഒരു സംസ്കാരം നമ്മളൊക്കെ പിടിമുറുക്കുന്നുണ്ട്. ഈ ആഡംബരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് യേശുക്രിസ്തുവിനോട് ചേർന്ന് ഒരു മിനിമലിസം അടുത്ത കാലത്തായി കേട്ടൊരു പദമാണ് മിനിമലിസം. ഈ മിനിമലിസം, അതായത് ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന, ധൂർത്ത് ഒഴിവാക്കുന്ന, ആഡംബരം ഒഴിവാക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊരു ആഡംബരം. സമൂഹത്തിൽ ഒരു ഭാഗത്ത് ധനവും സുഖഭോഗങ്ങളും, ഒരു ഭാഗത്ത് കുറേയധികം ആൾക്കാരെ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന, എൻജോയ് ചെയ്യുന്ന കുറേയധികം ആൾക്കാർ. അതിന് തൊട്ടടുത്ത് നമ്മൾ വീണ്ടും കാണാം കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുറേയധികം ആൾക്കാർ മറുഭാഗത്തും. വലിയൊരു വൈരുദ്ധ്യം. കത്തോലിക്ക സഭ പഠിപ്പിക്കും ഇത് അധാർമികമാണ്, ഇത് അനീതി നിറഞ്ഞതാണ്. എൻ്റെ അയൽപക്കത്ത് അങ്ങനെ ഒരാളുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരാളുണ്ടായെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ട ആൾ ഞാനാണ്, ക്രിസ്തുവിൻ്റെ അനുയായിയായ ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് സഭ എന്നെ പഠിപ്പിക്കുന്നത്. 7ാമത്തെ പ്രലോഭനം സുഖലോലുപത. വാക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാവോ? ചിത്രം ഇത് സംസാരിക്കുന്നുണ്ട്. ഈ ചിത്രം നിങ്ങളോട് സംസാരിക്കുന്നു. ഈ ചിത്രം അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഉറുമ്പ്
ഒരു അധ്വാനത്തിൻ്റെ സുവിശേഷമാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. അധ്വാനത്തിൻ്റെ സുവിശേഷം. രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കേ. രണ്ടാമത്തെ ചിത്രം ഇത് വളരെയധികം ശാന്തനായി ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന അടുത്ത ഉറുമ്പ്. രണ്ട് ടൈപ്പാണ് മനുഷ്യർ. അധ്വാനത്തിൻ്റെ സുവിശേഷം പേറുന്നവരെയും കാണാം, ഇങ്ങനെ അലസമായി സുഖലോലുപതയിൽ, അതായത് എനിക്ക് കിട്ടിയിരിക്കുന്ന സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ച് സുഖലോലുപതയിൽ വിരാജിക്കുന്നവർ, അങ്ങനെ കഴിയുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. സഭയുടെ പഠനമനുസരിച്ച് അധ്വാനിച്ച് അപ്പം ഭക്ഷിക്കണം എന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അധ്വാനിച്ച് ഭക്ഷിക്കണം. അതേസമയത്ത് ഈ സുഖലോലുപതയിൽ കഴിയുന്നവരുടെ ഒരു ഫിലോസഫി, തത്വശാസ്ത്രം, ഇന്നലകൾ കൊഴിഞ്ഞുപോയി, നാളെ ആയിട്ടില്ല, അതിനാൽ ഇന്ന് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമ്മൾ സിമ്പിളായിട്ട് പറയും അടിച്ചു പൊളിക്കുക. ഇത് തെറ്റാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. അധ്വാനിച്ച് ഭക്ഷിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് നമ്മളെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ഈ അലസത തൊഴിൽ മേഖലയിലേക്കും വ്യാപിച്ചതായിട്ട് നമുക്ക് കാണാം. ഏത് തൊഴിൽ മേഖലയിലെടുത്താലും അവിടെയൊക്കെ അലസമായി ചെയ്യേണ്ട ജോലി, ഏൽപ്പിച്ച ഉത്തരവാദിത്തം പെർഫെക്റ്റായിട്ട് ചെയ്യാതെ തട്ടിക്കൂട്ടി ജോലി ചെയ്ത് അധ്വാനിക്കാതെ തന്നെ കൂലി വാങ്ങി സുഖലോലുപതയിൽ വിരാജിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ലോകത്ത്, നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നു എന്നത് സത്യമായ കാര്യമാണ്. പലർക്കും സംരക്ഷണവുമായി ഒത്തിരിയധികം ആൾക്കാരുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ ഒത്തിരിയധികം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയം, ഈ സുഖലോലുപത എന്നതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. സുഖലോലുപത ഭൗതിക തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ ശരീരം, എൻ്റെ സ്വത്ത് മുതലായ കാര്യങ്ങൾ മാത്രമാണ് സുഖലോലുപതയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള കാര്യം. ഇവിടെ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: നീ നിൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, നീ നിൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? നിൻ്റെ ശരീരത്തിനേക്കാളും പ്രാധാന്യം ആത്മാവിനില്ലേ? നിൻ്റെ ഈ ഭൂമിയിലെ യാത്ര എന്നൊക്കെ പറയണത് എത്ര വർഷം ഉണ്ടാവുമെന്ന് നിനക്കറിയോ? നിൻ്റെ ഈ യാത്ര കഴിഞ്ഞ് നിനക്ക് നിത്യതയിലേക്ക് നടന്നു പോവേണ്ടതല്ലേ? നിനക്ക് നിത്യതയിലേക്ക് നടന്നു പോവണമെങ്കിൽ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു വയ്ക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടെ? ശ്രമിക്കണം. നിത്യത നഷ്ടപ്പെടുത്താതിരിക്കണം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം. എട്ടാമത്തെ കാര്യം, പ്രലോഭനം. അനാരോഗ്യകരമായ മത്സരബുദ്ധി. മനഃശാസ്ത്രം പറയും മത്സരബുദ്ധി ആരോഗ്യകരമായാൽ നല്ലതാണ്. അത് ഏറെ ഒരു വലിയ പ്രചോദന ശക്തിയാണ്, ഇൻസ്പിരേഷൻ നൽകുന്നതാണ് മത്സരബുദ്ധി ആരോഗ്യകരമാകുമ്പോൾ. സ്കൂളിലാണെങ്കിലും നിങ്ങൾക്കറിയാം ആരോഗ്യകരമായ മത്സരബുദ്ധി നല്ലതാണ്. പക്ഷേ ഇത് അനാരോഗ്യകരമാകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്തു പ്രശ്നമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും കാണാം. മാനസിക സംഘർഷങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അത് അവസാനം കൊണ്ടു ചെന്നെത്തിക്കും ആത്മഹത്യയിലേക്ക്. മലയാളി ഇങ്ങനെ മരിക്കണോ? ഒരു പുസ്തകമാണ് സിബി മാത്യൂസ് IPS എഴുതിയ. ഓരോ പേജുകളും മറിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, ഇങ്ങനെ ആൾക്കാർ ലോകത്തുനിന്ന് യാത്രയാവുമോ? അനാരോഗ്യകരമായ മത്സരബുദ്ധി ഒത്തിരി പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് എന്ന് പുസ്തകത്തിൻ്റെ പല താളുകളിലും അദ്ദേഹം കുറിച്ചു വെച്ചത് ഓർക്കുന്നു. ആരോഗ്യകരമാവട്ടെ മത്സരബുദ്ധി. ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാർ കേൾക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് മനഃശാസ്ത്ര പഠനം? ആവശ്യമില്ലാതെ ഒരു മത്സരത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കലല്ല അപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം. അതിന് പകരം മനഃശാസ്ത്രം അവതരിപ്പിക്കുന്നു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഹൊവാർഡ് ഗാർഡിനർ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് സ്പെഷ്യലായിട്ടൊരു ബുദ്ധിശക്തി ദൈവം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവൻ്റെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും. പേരൻസും ടീച്ചേഴ്സും കണ്ടുപിടിച്ച് ആ ലെവലിലേക്ക് എത്തിക്കണം. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തണം. അവരുടെ അഭിരുചി മനസ്സിലാക്കി അവരുടെ മേഖലയിലേക്ക് തിരിച്ചുവിട്ടാൽ ഈ സഭയ്ക്ക് മുതൽക്കൂട്ടായ
ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കും. ഇതാണ് ഈ ഭാഗത്ത്, പുസ്തകത്തിൻ്റെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 2, ഹെർബർട്ട് സ്പെൻസറുടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അദ്ദേഹം പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യതയുള്ളവർ, ആ യോഗ്യത ഉള്ളവർ ആരൊക്കെ, യോഗ്യത ഇല്ലാത്തവർ ആരൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അംഗവൈകല്യമുള്ളവർ, പ്രായമായവർ, ഒന്നിനും കൊള്ളാത്തവർ, ഒന്നും ഈ ലോകത്ത് ജീവിക്കാൻ ക്വാളിഫൈഡ് അല്ല, യോഗ്യത ഇല്ലാത്തവരാണെന്ന് ഈ സ്പെൻസർ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറിയിലൂടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ലോകത്ത് നമ്മൾ നടമാടുന്നത് കാണാം. കത്തോലിക്ക സഭയുടെ പഠനം ഇതാണ്: ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന പ്രവണത മനുഷ്യൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകം ദുരന്തമുഖത്തായിരിക്കും നിൽക്കുന്നത്. സ്പെൻസറുടെ വാദഗതി ഒരിക്കലും അംഗീകരിക്കാൻ സഭയ്ക്കും ഒരു വിശ്വാസിക്കും സാധിക്കില്ല. എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ചും അവശത അനുഭവിക്കുന്നവരോട് കൂടുതൽ കാരുണ്യം കാണിക്കണം. യേശുക്രിസ്തു തന്നെ അതാണ് പഠിപ്പിച്ചത്. ജീവിതത്തിലൂടെ കാരുണ്യം കാണിച്ചു, ചേർത്ത് നിർത്തി അവരെ. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അപരനെ ശത്രുവായി കാണുന്ന രീതി ക്രിസ്തീയമല്ല. അപരനെ ശത്രുവായി കാണുന്നത് ശൈലി ക്രിസ്തീയമല്ല. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയുമായി, ദൈവം സ്നേഹമായി തന്നെയാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നമുക്ക് ആരോഗ്യകരമായ മത്സരം മാത്രം നടത്താം. നമ്മുടെ ജീവിതത്തെ തന്നെ തീർത്ത് കളയുന്ന രീതിയിലുള്ള അനാരോഗ്യകരമായ മത്സരങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. 9ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പ്രലോഭനമായി അവതരിപ്പിച്ചിരിക്കുന്നത് വ്യക്തിപൂജ. വ്യക്തിപൂജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് ഒരു വിഗ്രഹ ആരാധനയാണ്. വിഗ്രഹാരാധന പാപമാണ്, പ്രമാണ ലംഘനമാണ്, നമുക്കറിയാം. ഈ വ്യക്തിപൂജ 2 വിധത്തിൽ വരാം. ഒന്ന്, ഞാൻ തന്നെ എന്നെ ദൈവമായി കാണുന്ന അവസ്ഥ. ഞാൻ തന്നെ എന്നെ ദൈവമായി കാണുന്ന അവസ്ഥ 1. 2, മറ്റു മനുഷ്യരെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്ന അവസ്ഥ. 2ഉം തെറ്റാണ്, അങ്ങേയറ്റം തെറ്റാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. സഭ ഇവിടെ നമ്മളോട് പറയുന്നു, ലോകത്ത് ജീവിതത്തിൽ വിജയിച്ച എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ മാതൃക നിങ്ങൾ പിന്തുടരണം. അവരുടെ മാതൃക പിന്തുടരണം. അവരെ ആരാധിക്കരുത് എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, മനുഷ്യനെ ദൈവമാക്കുന്ന പ്രവണത ലോകത്ത് വർദ്ധിക്കുന്നു. മനുഷ്യനാണ്, ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മനുഷ്യന് എത്താൻ പറ്റില്ല എന്നത് സത്യമായ കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, 2 ക്ലാസ്സുകളിലായി 9 പ്രലോഭനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 9 പ്രലോഭനങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം മുതലേ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഈ 9 പ്രലോഭനങ്ങളിൽ ഏതൊക്കെ എൻ്റെ മുന്നിൽ അവതരിച്ചിട്ടുണ്ട്? ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ടോ? സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള എൻ്റെ യാത്രയിൽ വിഘാതം സൃഷ്ടിക്കുന്ന പ്രലോഭനങ്ങളെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, വചന പാരായണത്തിലൂടെ നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? 2ാമത്തെ കാര്യം, ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് ഞാൻ ആർജിച്ചിട്ടുണ്ടോ? സത്യമായിട്ട് ഞാൻ പരിശോധിക്കേണ്ടതാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ആർജിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആർജിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നത് സത്യമാണ്. നമുക്ക് ആത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ, ആ മാർഗത്തിലൂടെ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങനെ അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ നിന്നും ഞങ്ങളെ അടർത്തി മാറ്റാനായി
നിരവധി പ്രലോഭനങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ കർത്താവെ, ഈ പ്രലോഭനങ്ങളിൽ വീണ് ഞങ്ങളുടെ സ്വർഗോന്മുഖമായ യാത്ര തടസ്സപ്പെടുത്താതെ ഞങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്കോരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. 4-ാമത്തെ പാഠം 2 ക്ലാസ്സോടെ അവസാനിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതിൻ്റെ കണ്ടിന്യൂവേഷൻ, അതിൻ്റെ തുടർച്ച നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അവരോട് നിങ്ങൾ സംസാരിക്കണം. അവരെ നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിലും, ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും വലിയ ത്യാഗങ്ങൾ എടുക്കുന്നു. അവരെ വലിയ തോതിൽ അവരെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ആഴ്ച നമ്മളെ വഴി നടത്തേണ്ട വചനം മനഃപ്പാഠമാക്കാനായിട്ട് തന്നിരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പ്രഭാഷകൻ 15:15. നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.